ഹായ് ഫ്രണ്ട്സ്, എയർബെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഫിഷ് ഹാച്ചറിയായ മേക്കര ഫിഷ് ഫാമിലാണ്. ഈ ഫിഷ് ഫാം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ മണ്ണൂത്തി തെക്കുംപാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് അവിടെ നമ്മളെ വയനാട്ടിൽ നമുക്കൊരു ഒരു പോണ്ട് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് വന്നതാണ്. ആദ്യമായിട്ട് ഫിഷ് ഫാമിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഇപ്പം ഫിഷ് ഫാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും ഇത്. നമ്മൾ വളർത്തി വലുതാക്കി എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യും, അതുപോലെ ഇവർക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടുമോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായ ഡീറ്റെയിൽ ആയ വീഡിയോ ആണ്. എങ്ങനെ ഇവരെ വളർത്തിയെടുക്കുക, അതുപോലെ അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ അനൂപേട്ടനോട്, അതായത് ഫിഷറീസ് വകുപ്പിൽ മുൻ പരിചയമുള്ള അനൂപേട്ടനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് അനൂപ് എന്നാണ്. ഞാൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അക്വാകൾച്ചർ കോർഡിനേറ്ററായിട്ട് തൃശ്ശൂർ ജില്ലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഒരു 5-8 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം കുന്നംകുളം തൊട്ട് പാണഞ്ചേരി പഞ്ചായത്ത് മുഴുവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസാണ് എന്നെ നല്ല മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഹാച്ചറി തുടങ്ങാനായിട്ട് പ്രചോദിച്ചത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഹാച്ചറി ഫീൽഡിലേക്ക് വരുന്നത്. ഈ ഒരു ഫീൽഡിലേക്ക് അതെ, ഹൈബ്രിഡ് മത്സ്യങ്ങളെ കൊടുക്കുക, നല്ല വളർച്ചയുള്ള മത്സ്യക്കുഞ്ഞുങ്ങൾ, ക്വാളിറ്റി ഉള്ളത്. എപ്പോഴും മത്സ്യകൃഷി ചെയ്യുമ്പോൾ നമുക്ക് കാർപ്പ് ഇനങ്ങൾ ചെയ്തിട്ട് ഒരു കൊല്ലം കൊണ്ട് ഈൽഡല്ല കിട്ടുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ കാർപ്പ് ഇനങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ അറിയാം, ഒരു സെൻറ്റിലാണെങ്കിൽ ഒരു 60-70 ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ വരാലോ അല്ലെങ്കിൽ ആസാമാള് അങ്ങനെയുള്ള കൃഷികളാകുമ്പോൾ നമുക്ക് ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റും. സെൻറ്റിൽ നമുക്ക് 500 മുതൽ 700 വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള മത്സ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈൽഡ് കൂടുകയാണ്, വരുമാനം കൂടുകയാണ്, പ്രൊഡക്ഷൻ കൂടുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കൃഷി ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മൾ തീറ്റയുടെ ഒരു ഇതും കൂടി കോമ്പിനേഷൻ കൂടി നോക്കാം. അതായത് തീറ്റ കോസ്റ്റ് കുറച്ചുകൊണ്ട് വേണം മത്സ്യകൃഷി ചെയ്യാൻ. ഏത് കൃഷിയായിക്കോട്ടെ, കാർപ്പ് മത്സ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പെല്ലറ്റ് കൊടുത്തിട്ടല്ല വളർത്തേണ്ടത്, മനസ്സിലായോ? അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ കയ്യിൽ ഫോർമുലയുണ്ട്, ആ രീതിയിൽ വേണം വളർത്താൻ. ഇപ്പോൾ നമുക്ക് കരിമീൻ വളർത്താം. അപ്പോൾ കരിമീനിന് നമുക്ക് കടക്കാരെ ലാഭം ഉണ്ടാക്കി കൊടുക്കലല്ല നമ്മുടെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന തീറ്റ കൊടുത്തിട്ട് വേണം മത്സ്യത്തെ വളർത്താൻ. അപ്പോഴാണ് അത് 100% ലാഭത്തിലേക്ക് എല്ലാ കൃഷിയും ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഒരുപാട് കൃഷികളുണ്ട്. എല്ലാ വെറൈറ്റിക്കും ഓരോ രീതികളുണ്ട് തീറ്റ കൊടുക്കുന്നത്. അതനുസരിച്ച് തീറ്റ കൊടുത്ത് പോകണമെങ്കിൽ എല്ലാ കൃഷിയും ലാഭകരമാണ്. ഓരോ സ്ഥലത്തിനനുസരിച്ചിരിക്കും ഈ മത്സ്യത്തിൻ്റെ ലാഭത്തിൻ്റെ കേസ്. ഏറ്റവും ലാഭകരമായി ചെയ്യാൻ പറ്റിയ മത്സ്യം, ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയ മത്സ്യം വാളയും അതുപോലെ തന്നെ വരാലാണ്. അപ്പം ഈ വരാല് ഇപ്പോൾ ഏകദേശം പിന്നെ വലിയ അരികളൊക്കെ ആണെങ്കിൽ നമുക്ക് കാളാഞ്ചൊക്കെ ചെയ്യാം, ലാഭകരമാണ്. ഇപ്പോൾ വലിയ കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 10 ഏക്കർ 20 ഏക്കർ വരുന്ന കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് തീർച്ചയായും നമ്മുടെ സീബാസ് കാളാഞ്ചി നല്ല ലാഭകരമാണ്. നല്ല അത്യാവശ്യം മാർക്കറ്റുള്ള എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള മീനാണ്. അത് നല്ല വിലയും കിട്ടുന്നു, 500 രൂപ വിലയും കിട്ടുന്നു. അപ്പം തീർച്ചയായിട്ടും അത് ലാഭം തന്നെയാണ്. പക്ഷേ ഏരിയ കൂടുതലാണ്. അവർക്ക് ഓക്സിജൻ അന്തരീക്ഷം എടുക്കാനുള്ള കഴിവില്ല, അത് വെള്ളത്തിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ അതനുസരിച്ച് അവർക്ക് ഡെൻസിറ്റി കുറച്ച് വേണം ഇടാൻ. ഇപ്പോൾ കുറഞ്ഞ മീനുകളെ നമുക്കൊരു ഫോണ്ടിൽ അതെ. അപ്പോൾ അതിന് ഒരു കണക്കുണ്ട്. നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ പഠിപ്പിച്ചു തരും. അപ്പോൾ വിളിക്കുക, നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ സീരിയസ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാർ മാത്രം വിളിച്ചാൽ മതി. 2 പേരുടെ തമാശയ്ക്ക് അറിയുന്ന പോലെ വിളിക്കരുത്. എല്ലാ തരത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളും നമ്മുടെ അടുത്തുണ്ട്. അത് ക്വാളിറ്റിയുള്ള നല്ല മത്സ്യക്കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി വരുന്നത് അതിൻ്റെ വെള്ളത്തിൻ്റെ ചേഞ്ചിങ്ങിലും അതിന് കൊടുക്കുന്ന ഫീഡിൻ്റെയും അതിന് കൊടുക്കുന്ന മെഡിസിനും ഒക്കെ കൊണ്ടാണ് ഇതിന് ക്വാളിറ്റി വരുന്നത്. ഇത് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തു പോകുന്ന ഒരു ഹാച്ചറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ അടുത്തായി നമ്മൾ വെള്ളം മാറുന്നത് കാണിച്ചു തരാൻ പറ്റും. നമ്മൾ ഡെയിലി വാട്ടർ ചേഞ്ചിങ് ആണ്. കേരളത്തിൽ ഒരു ഹാച്ചറിയിലും അതുപോലെ ഇല്ല.
അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കറിയാം പാലക്കാട് ഫിഷറീസിൽ റെക്കോർഡുള്ളത് നമ്മുടെ മീൻ കുഞ്ഞുങ്ങളാണ്. അതെ, 6 മാസം 13 ദിവസം കൊണ്ട് വന്നിട്ടുള്ള വളർച്ച, വരാലിൻ്റെ വളർച്ച വന്നിട്ടുള്ളത് 1 കിലോ 250 ഗ്രാമാണ്. 2 കിലോ അടുത്ത് 6 മാസം കൊണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും ലാഭമാണ് ലാഭമില്ല. എന്നുവെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റിയാണത്. ഫീഡ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ഫീഡ് ഇത്തിരി വില കൂടുതലുള്ള ഫീഡാണ്. അത് കൊടുക്കുന്നതിനനുസരിച്ച് അവർക്ക് അത് അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. മറ്റ് ഫീഡുകൾ നമുക്ക് 6-7 മാസം കൊടുക്കേണ്ടി വരും. ഇത് 5 മാസം കൊടുത്തുകൊണ്ട് 1 കിലോ ആവുന്നു. അപ്പം നമുക്ക് ഇതല്ലേ ലാഭം. 10 രൂപ കൂടിയാലും 2 മാസം മുന്നേ ആവണല്ലേ ലാഭം. കർഷകർ ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഫീഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ട്. നമ്മുടെ മീനിന് നല്ല വളർച്ച കിട്ടുന്നുണ്ട്. എല്ലാ മീനുകളും 1 കിലോ 1.5 കിലോ വരുന്നുണ്ട്. കുഴപ്പമില്ല. അത് നല്ലതായി തോന്നിയുകൊണ്ട് നമ്മൾ ആ തീറ്റ സെലക്ട് ചെയ്ത് കർഷകർക്ക് കൊടുക്കുന്നു. നല്ല തീറ്റ കിട്ടിക്കോട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ വേറെ കർഷകരുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, അവിടെ നിങ്ങൾക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിക്കോ. അപ്പോൾ 5 മാസമായിട്ടുള്ള മീൻ 700 ഗ്രാം 1 കിലോ ആയി. 5 മാസം കൊണ്ട്. 4.5 മാസം കഴിഞ്ഞിട്ടുള്ളൂ. ശരി, വിയറ്റ്നാം വരാൽ. വിയറ്റ്നാം വരാലാണ്. അതിന് ഈ പറയുന്ന 6 മാസം കൊണ്ട് ആ ഒരു KG-യിലേക്ക് ഒരു 700 തൊട്ട് 1 കിലോ ആണ് ഉള്ളിൽ. എല്ലാം 1 കിലോത്തിൽ ചിലതൊക്കെ ചെറുതുണ്ടാവും. നമുക്കിപ്പോൾ കർഷകർക്ക് അതുപോലെ സീഡും അതുപോലെ പെല്ലറ്റും, അതായത് തീറ്റ ആയാലും നമുക്ക് എങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ടേഷനും ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് എവിടെ വേണമെങ്കിൽ എത്തിക്കാം. എവിടെ വേണമെങ്കിലും. ഇപ്പം നമുക്ക് ഇന്ത്യയിലല്ല, ലോകത്തെ എവിടെ വേണമെങ്കിലും എത്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് നമുക്ക് അതിനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ടുള്ള ഒരു ഹാച്ചറി കൂടിയാണ്. കർഷകർക്ക് അപ്പോൾ നമുക്കിപ്പോൾ ദുബായിക്ക് മീൻ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എത്തിക്കാൻ പറ്റും. എക്സ്പോർട്ട് ലൈസൻസും കാര്യങ്ങളെല്ലാം നമുക്ക് എവിടേക്കായാലും ഇപ്പോൾ ആരെങ്കിലും ആൾക്കാരുണ്ട്, ഇപ്പം ദുബായിൽ ഫാമിങ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. നമുക്ക് അവിടെ ഫാമിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ ഈ ട്രാവലിംഗ് എക്സ്പെൻസ് അവരുടെ ഭാഗത്തു നിന്ന് നോക്കാം. കുഞ്ഞുങ്ങൾ ഞാൻ കൊടുക്കും. അവർ അവിടെ എത്തിക്കാനുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ അതിപ്പോൾ ലോകത്ത് എവിടെയായാലും ഇന്ത്യയിലല്ലേ നമുക്ക് ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ചിലവുകൾ കർഷകർ തന്നെ എടുക്കുക. നമ്മൾ എത്തിച്ചു കൊടുക്കുക ഉത്തരവാദിത്വത്തിൽ. അത് നമ്മൾ ചെയ്യാം. ബാക്കി അനുബന്ധ ചിലവുകളൊക്കെ അവർ ചെയ്തിരിക്കും. നമുക്കിപ്പോൾ കർഷകർക്ക് എന്താ നമുക്ക് ആനുകൂല്യം, സബ്സിഡി കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? ഗവൺമെൻറ് ഭാഗത്തൊക്കെ ഒരുപാട് സബ്സിഡി ചെയ്യുന്നുണ്ട്. നമ്മുടെ ബില്ലുകളും കാര്യങ്ങളൊക്കെ മീനുകളോടൊപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തീറ്റയ്ക്ക് കിട്ടുന്നുണ്ട്. അതിനുള്ള നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. സബ്സിഡിയുടെ കാര്യങ്ങൾ നമുക്ക് അവർക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കാം. സബ്സിഡിയുടെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ അവിടുത്തെ ഫിഷറീസിൻ്റെ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് നല്ല. പിന്നെ നമുക്ക് പുതിയതായിട്ട് ഈ മീൻ കൃഷിയിലേക്ക് വരുന്നവരോട് എന്താ പുതിയതായിട്ട് മീൻ കൃഷിയിലേക്ക് വരുന്നവരോട് പറയാനുള്ളത്, ഇത് നല്ലൊരു കൃഷി രീതി തന്നെയാണ്. ഇപ്പോൾ മറ്റേതൊരു കൃഷിയേക്കാൾ ലാഭം തരുന്ന ഒരു കൃഷിയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഇപ്പോൾ തെങ്ങായാലും വാഴയായാലും ഒരു പരിധി ഉണ്ടാവും. ഇതൊക്കെ ആകുമ്പോൾ നല്ല മത്സ്യങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട്, ലാഭം കിട്ടുന്ന മത്സ്യങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 100% വിജയം തന്നെയാണ്. പിന്നെ മത്സ്യകൃഷി ചെയ്യുമ്പോൾ ഒന്ന് പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു കൺസൾട്ടൻ്റായിട്ട് ചർച്ച ചെയ്യുക, കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഒരു കുളമെടുത്ത് കുറേ മീൻ കൊണ്ടിട്ട് എന്താ വലുതാവണില്ല, ഞങ്ങൾ പിടിക്കാൻ ചിലപ്പോൾ മീനില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്, സിസ്റ്റം. ആ സിസ്റ്റം വഴി ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ 100% വിജയമാണ്. അതുള്ള മത്സ്യകൃഷിയുടെ കാര്യങ്ങൾ നല്ലതായിട്ട് ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഞാൻ പറയണത് തിയറിക്കലായിട്ടുള്ള പഠിച്ച ആൾക്കാരുടെ അറിവല്ല ഞാൻ പറയണത്, ചെയ്തിട്ടുള്ള അറിവുകളുണ്ട്. പ്രാക്ടിക്കൽ. അപ്പം മറ്ററിവുകൾ നോക്കരുത്. പ്രാക്ടിക്കലായിട്ടുള്ള ചെയ്തിട്ടുള്ള കർഷകരുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്നോ ശരിയായിട്ടുള്ള നോളജ് വാങ്ങിക്കൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 100% വിജയമാണ്. നമുക്ക് ഈ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇതിപ്പോൾ തൃശ്ശൂർ മണ്ണുത്തിക്ക് അടുത്ത് തെക്കുംപാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. തെക്കുംപാട്. അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾ ഞാൻ കൊടുക്കുക. അതുപോലെ നമ്പറും കാര്യങ്ങളും, നമ്മുടെ ഫോൺ നമ്പറും കൊടുത്തു. നമുക്കിവിടെ ഏതൊക്കെ മീൻ കുഞ്ഞുങ്ങളാണ് ഇവിടെ? ഇപ്പോൾ നമുക്കിപ്പോൾ വളർത്ത് മീനിൻ്റേതായിട്ടുള്ള എല്ലാ മീൻ കുഞ്ഞുങ്ങളും നമ്മുടെ അടുത്തുണ്ട്.
അപ്പോൾ അതിൽ നമ്മൾ കർഷകർക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള മീനുകളാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ബാക്കി മീനുകളിപ്പോൾ കാർപ്പ് വർഗ്ഗങ്ങളിൽ ഓരോ മീനുകൾ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നു. അലങ്കാര മത്സ്യങ്ങളും ചെയ്ത് കൊടുക്കുന്നു. അലങ്കാര മത്സ്യങ്ങൾ നമ്മൾ ചെയ്യണില്ല, മറ്റേ എഡിബിൾ ഫിഷ് മാത്രമേ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ കാർപ്പ്, കട്ട്ള, രോഹു പോലുള്ള മത്സ്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ള ഏരിയ കൂടുതലുള്ള പാടശേഖരങ്ങൾ, ഒരു വലിയ പാടശേഖരം, ഒരു 100 ഏക്കർ പാടശേഖരത്തിൽ മത്സ്യകൃഷി ചെയ്യാൻ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം. നമ്മുടെ അടുത്ത് അതിനുള്ള സ്ഥലമുണ്ട്, 200 ഏക്കർ ഫാമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ അവിടെ ആർക്കെങ്കിലും നമ്മളോടൊപ്പം ഷെയർ ചെയ്ത് മത്സ്യകൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം. അപ്പോൾ അതിനുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് തരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മുടെ തന്നെ വേറൊരു ഫാമുണ്ട്, അത് ഏകദേശം ഒരു 8.5 ഏക്കറോളം വരും. അപ്പോൾ അവിടേക്ക് നമ്മൾ പാർട്ട്നേഴ്സിനെ നാച്ചുറൽ ബോണ്ടാണ്. നമ്മളൊരു വലിയൊരു ബൃഹത്തായിട്ടുള്ള പദ്ധതിയും കൂടിയാണ് ഒരു 200 ഏക്കറിൽ മത്സ്യകൃഷി ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ അവിടെ എല്ലാം കൂടിയിട്ടുള്ള ഒരു മത്സ്യകൃഷി, സമ്മിശ്രമായിട്ടുള്ള മത്സ്യകൃഷി, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതെ, എല്ലാ മത്സ്യങ്ങളും, ഇന്ന മത്സ്യം മാത്രമല്ല, ഏരിയ ഉണ്ട്. എല്ലാവർക്കും ഓടി നടക്കാനുള്ള ഏരിയ ഉണ്ട്, പാടശേഖരമാണ്. മനസ്സിലായി? അങ്ങനൊരു ബൃഹത്തായിട്ടുള്ള പദ്ധതിയും കൂടി ഈ വർഷം നമ്മൾ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുള്ളവർ, മത്സ്യകൃഷിയിൽ താല്പര്യമുള്ള, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ വിളിക്കുക. കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളോടൊപ്പം ഒരുമിച്ച് ഒന്ന് മത്സ്യകൃഷി ചെയ്യാം, മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും ലാഭകരമാണ്, നല്ലൊരു വിജയം അതിലുണ്ടാവട്ടെ. അതുപോലെ ഇതിൽ മിക്സഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മിക്സഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഓരോ പഠിക്കാനുണ്ട്. ഇവിടെ പോയിട്ട് ബ്രാലിൻ്റെ കൂടെ കാർപ്പിന് ഇടാൻ പറ്റില്ല. അപ്പോൾ എല്ലാ മീനുകളും അങ്ങനെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചിരുന്ന മത്സ്യം. അതിനെ അറിയണം എങ്ങനെയാണ് കോമ്പിനേഷൻ ചേർക്കേണ്ടത്. അപ്പോൾ ഓരോ മീനുകളെ വരാലിൻ്റെ കൂടെ എങ്ങനെ കാർപ്പിന് ഇടാൻ പറ്റും, രണ്ടും വളരുന്നുണ്ട്. നിങ്ങൾക്ക് പാടത്ത് നോക്കിയാൽ അറിയാം, അവിടെ തന്നെ കട്ട്ളയുണ്ട്, ബ്രാലും ഉണ്ട്, ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്ങനെ വളരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് അറിഞ്ഞ് വേണം അതിൽ വിത്തിടാൻ, എന്നാൽ മാത്രമേ അത് വിജയിക്കും. അല്ലാണ്ട് ഒരാൾ ഓടി കൊടുത്തിട്ട് ബ്രാലിൻ്റെ കൂടെ കട്ട്ള രോഗം ഇട്ട് കഴിഞ്ഞാൽ ബ്രാല് മൊത്തം പിടിച്ച് ചെയ്യുന്നു. നമുക്ക് ഏത് സമയത്ത് ഇവിടെ മീൻ അവൈലബിൾ ആയിരിക്കും കുട്ടികൾ? അതെ, ഏത് സമയത്ത് നമ്മുടെ കുട്ടികൾ അവൈലബിൾ ആണ്. അത് ഏതായാലും വിളിച്ച് കോൺടാക്ട് ചെയ്താൽ? അതെ. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് എടുക്കലും കൊണ്ടുപോകലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളെ വിളിക്കുക. നമ്മളിത് വണ്ടിയിൽ എല്ലാ ദിവസവും ഡെലിവറി വണ്ടികളുണ്ട്, അതിൽ കയറ്റി വിടും. ഡെലിവറി ചാർജ് നിങ്ങൾ അവിടെ കൊടുക്കുക. മിനിമം ചാർജ് 300 രൂപയാണ്, ഡ്രമ്മാണെങ്കിൽ 500 രൂപ വരും. അപ്പോൾ നമുക്ക് ബാരലിലൊക്കെ നമുക്കൊരു 2000-3000 മീൻ വരെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒരു ബാരലിന് 500 രൂപ ചിലവുള്ളൂ. അപ്പോൾ നമുക്ക് സേഫായിട്ട് മീൻ എത്തും. അപ്പോൾ നമുക്ക് ഡൽഹിക്ക് മീൻ വേണമെങ്കിൽ അയക്കാം അവിടെ നിന്ന് സിമ്പിളായിട്ട്. നമുക്ക് ബാരലിൽ കയറ്റി കഴിഞ്ഞാൽ മീൻ കുഞ്ഞുങ്ങൾ എത്ര മണിക്കൂർ? അത് അതിൽ കയറ്റുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച്. ഇപ്പോൾ ഒരു അവിടെ കാണുന്ന വലിയ മീൻ നമുക്ക് വേണമെങ്കിൽ 1500 എണ്ണം ഒരു ബാരലിൽ കയറ്റാം. അത് ഏകദേശം 30 മണിക്കൂറാണ് ഇരിക്കുക. 30 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടിരിക്കും. അതിപ്പോൾ ഒരു 35 മണിക്കൂർ കൊണ്ട് പോലും ചാവില്ല, കണ്ടീഷൻ ഇത്തിരി മോശമാവുന്നുള്ളൂ. 35 മണിക്കൂർ വരെ അവിടെ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കുളത്തിലേക്ക് റിസീവ് ചെയ്ത് വിടുക, ഫ്രീ ആക്കി അങ്ങോട്ട് വെള്ളത്തേക്ക്. ഇതിൽ വെള്ളത്തിൽ ഡാമേജ് ആയതുകൊണ്ട് അവരുടെ ഹെൽത്ത് ഇത്തിരി കുറയുന്നുള്ളൂ. അതിന് നമ്മൾ ഫ്രഷ് വാട്ടറിലേക്ക് മാറ്റുന്നതോടുകൂടി അവർ എനർജറ്റിക് ആയി. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ തീറ്റെടുക്കും. തീറ്റെടുത്തോടെ ഉഷാറായി, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ചാവല പിടിക്കലൊന്നുമില്ല. അതായത് ഈ വരാലിനെ സംബന്ധിച്ച് ഡ്രമ്മിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റും. മറ്റ് മീനുകളൊക്കെ നമ്മൾ കവറിൽ ഓക്സിജൻ അടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ അതായത് വലിയ കവറുകളിൽ നമ്മൾ ഓക്സിജൻ അടിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഏറ്റവും ലോങ്ങസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുള്ളത് പാറ്റ്നയാണ്. അതായത് 3 days പിടിച്ചു അവിടെ എത്താനായിട്ട്. അത് വരാലിൻ്റെ കുഞ്ഞുങ്ങളല്ല, അല്ല, അത് വേറെ മീൻ കുഞ്ഞുങ്ങൾ. അപ്പോൾ അത് സക്സസ് ആയിട്ട് വിജയിച്ചു. പിന്നെ നമ്മൾ ഒറീസ അയക്കാറുണ്ട്. അപ്പോൾ അവിടേക്ക് വരുന്നത് 65 മണിക്കൂറാണ് നമ്മൾ അയക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും മലയാളികളുണ്ടെന്ന് അറിയാൻ എനിക്ക്. അവർക്കൊക്കെ മത്സ്യകൃഷി ചെയ്യാനെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ മത്സ്യങ്ങൾ ലഭിക്കാത്ത സ്ഥലങ്ങൾ ഒരുപാട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരാൾ വിളിച്ചു, ഹിമാചൽ പ്രദേശാണ്.
അപ്പോൾ പുള്ളിക്ക് അവിടെ മത്സ്യകൃഷി ചെയ്യണം താല്പര്യം. അവിടെ വരാലിൻ്റെ റേറ്റ് 700 രൂപയാണ് 1 കിലോ. കുഞ്ഞുങ്ങളെ അവിടെ കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അവിടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അവിടെ ഒരുപാട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നാച്ചുറൽ കുളം ഇല്ലേ, നമുക്കൊരു വെറുതെ ഒരു മണ്ണിൻ്റെ ഒരു കുളം കുഴിച്ചിട്ട് ടാർപ്പായി വിരിച്ചിട്ട് അതിൽ മീനിട്ട് വളർത്താം. മീൻ വളരുന്നുള്ളതാണ്. കാർപ്പ നിങ്ങൾ വളരില്ല, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. വരാലിനെ സംബന്ധിച്ച് ടാർപ്പായ കുളങ്ങളിലും സിമെൻറ്റ് കുളങ്ങളിലും നമ്മുടെ വീട്ടുകളിൽ അടുക്കള കുളങ്ങളിലും നമ്മുടെ ചെറിയ ഇപ്പോൾ അടുക്കളകളിലൊക്കെ നമുക്ക് ചെറിയ ടാങ്കുകളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മത്സ്യത്തിന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. വരാലിന് വേണമെന്നില്ല ആസാം വാള ഇടാം. ആസാം വാള ആകുമ്പോൾ നമുക്ക് വീട്ടിലെ വേസ്റ്റൊക്കെ കറിയൊക്കെ ഇട്ട് കൊടുക്കാം. ആസാം വാളൊക്കെ കഴിക്കും. ഏത് കാലാവസ്ഥയും പ്രശ്നം. വിഷമില്ലാത്ത മത്സ്യം കഴിക്കാം. ആവശ്യത്തിന് മാത്രം പിടിച്ച് കഴിക്കാം. ഇപ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ ബാക്കിലൊരു ചെറിയൊരു തൊട്ടിയോ ടാങ്കോ എന്തെങ്കിലും ഉണ്ടെന്ന് വയ്ക്കുക. അപ്പം നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഒരു 10-200 ആസാം വാളനെ വാങ്ങിയിട്ട് ആ വെള്ളം വലിയ കാര്യമായിട്ട് മാറും വേണ്ട. നമുക്ക് എന്ത് വേസ്റ്റ് വേണം. നമുക്ക് വീട്ടിൽ വരുന്ന ചോറ് ഇപ്പോൾ കറികളൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം. അത് കഴിച്ചാൽ വളരും. മെല്ലെ വളർന്നാൽ മതി. 6 മാസം വേണ്ട വരും. അപ്പം നല്ല മത്സ്യം കഴിച്ചൂടെ, മത്സ്യം കഴിച്ചൂടെ, മനസ്സിലായില്ലേ? അത് നല്ലൊരു കാര്യമാണ്. പലരും ചിന്തിക്കാത്തതാണ്. എന്നിട്ട് നമ്മൾ പോയിട്ട് എന്താണ് കടയിൽ പോയിട്ട് മറ്റുള്ള മീൻ വാങ്ങി കഴിക്കുക. ഇതൊക്കെ നമ്മുടെ കുളങ്ങളാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ കുട്ടിയിലായ മീനുകളാണ് നടത്തി എപ്പോഴും പിടിക്കാൻ വറുക്കുക. അത് നല്ല മത്സ്യങ്ങളാണ്. ഇതിൽ യാതൊരുവിധ വിഷങ്ങളും ഇല്ല. ഇല്ല ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. റയർ കേസുകളൊക്കെ സംഭവിച്ചെന്ന് വരാം. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ ഉത്തരവാദിത്തം നമ്മൾ തന്നെ എടുക്കും. പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അവർക്ക് വീണ്ടും മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുക്കും. അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉത്തരവാദിത്തത്തിൽ തന്നെ നമ്മളാണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് നിന്നിട്ട് ഒരാൾ കേരളത്തിന് പുറത്തുനിന്ന് മീൻ എടുക്കാൻ താല്പര്യപ്പെട്ടു, അവിടെ മീനടത്തി ചത്തു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വീണ്ടും കൊടുക്കും. അവിടെ എത്തിച്ചിരിക്കും സാധനം. അതൊന്നും പ്രശ്നമില്ല. ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ. നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. നമ്മൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്കറിയാലോ, 14 വർഷത്തെ 14 വർഷത്തോളമായിട്ട് നമ്മൾ ഈ ഫീൽഡിലുള്ളതാണ്. അപ്പോൾ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ തന്നെ ഹാച്ച് ചെയ്യുന്നത്. ഒരുവിധം കുഞ്ഞുങ്ങൾ ഇവിടെ നിന്നുള്ളതാണ്. പിന്നെ പുറത്തുനിന്ന് വരുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്. അനാബുസ് അങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് വരുന്നതാണ്. അതെ, നമ്മളിവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ബ്രീഡ് ചെയ്യുന്നുണ്ട്. വിയറ്റ്നാം അങ്ങനത്തെ വരുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് ഈ വരാല് എന്ന് പറഞ്ഞ മത്സ്യങ്ങളൊക്കെ നമുക്ക് ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റിയ മത്സ്യങ്ങളാണ്. അതുപോലെ അനാബസ് ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റിയ മത്സ്യങ്ങളാണ്. വാള അനാബസ് വരാല് ഗൗരാമി. ഇത് ഗൗരാമിയുടെ ഒരു മദർ ബ്രീഡാണ്. അതായത് സ്റ്റോക്കാണ് നമ്മുടെ. ഇത് ഓക്സിജൻ അന്തരീക്ഷം വലിക്കുന്ന മീനാണ്. ഹൈ ഡെൻസിറ്റി. പച്ചക്കറിയൊക്കെ പച്ചക്കറിയൊക്കെ കഴിക്കുന്നത്. നമുക്ക് ഈ ചേമ്പിൻ്റെ ഇല അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം കൊടുക്കണം. ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. ഇതൊക്കെ ഈ ഒരു 4-5 വെറൈറ്റി ഓക്സിജൻ അന്തരീക്ഷം സ്വീകരിക്കാൻ കഴിവുള്ള ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന മത്സ്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഏരിയ, അതായത് കുറഞ്ഞ ഏരിയ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന മത്സ്യം ഏതാണെന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് കൃഷി ചെയ്യാം. അതിനെക്കുറിച്ച് നോക്കിയിട്ട് പഠിച്ചതിന് ശേഷം ഏരിയ ഇപ്പോൾ ഉണ്ട്. 1 ഏക്കർ, അതിന് 1.5 ഏക്കർ ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ എടുക്കാം. അതിന് പ്രശ്നമില്ല. ഏരിയ ഉണ്ട് മനസ്സിലായി. അല്ലെങ്കിൽ 10 ഏക്കർ ഉണ്ട്, 5 ഏക്കർ ഉണ്ട്. വൈഡ് ചെയ്ത് വിടാം. നമുക്കൊരു സെന്റിൽ എത്ര കുഞ്ഞുങ്ങളെ, ഒരു സെന്റ് അല്ല എങ്ങനെ? അത് ഓരോ മത്സ്യത്തിനും ഓരോ എണ്ണ ഉണ്ട്. വാളിടുന്ന എണ്ണല്ല വരാലിടണം. വരാലിടുന്ന എണ്ണല്ല അനാവസ് ഇടുന്ന എണ്ണല്ല പിലോപ്പി എണ്ണ. ഇതിനെല്ലാത്തിനും ഓരോ കണക്കുകളുണ്ട്. എല്ലാവരെയും ഓക്സിജൻ സ്വീകരിക്കുന്ന ബ്രീത്തിങ് കപ്പാസിറ്റി ഡിഫറൻ്റ് ആണ്. അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ആ ഒരു കുളത്തിൽ പാടുക. അത് അറിഞ്ഞു വേണം വിത്തിടാൻ. ഈ കൃഷി അറിഞ്ഞുള്ളവന് മാത്രമേ ഇതിന് എത്ര ഇടാൻ പറ്റുന്നുള്ള അറിയുള്ളൂ. ഞാൻ എക്സാമ്പിളായിട്ട് ആ ടാങ്കിൽ 1000 മത്സ്യം വളർത്തിയതാണ്.
പുറമുള്ള ഒരാൾ പറയാണ് അയ്യോ അതിൽ 200 വളരുള്ളൂ എന്ന് പറയും. അവനറിയില്ല, വളർത്തിയിട്ടില്ല. അല്ലെങ്കിൽ പുറമുള്ള ഒരാൾക്ക് അറിയില്ല ആ ബാരലിൽ 2500 മീൻ നിൽക്കുന്നുള്ളത്. 40 ലിറ്റർ വെള്ളത്തിൽ 2500 മീൻ നിൽക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും? അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് എക്സ്പീരിയൻസ് ഉള്ള അത് ആകെ 40 ലിറ്റർ വെള്ളമുള്ളൂ. 2500 മീൻ. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? വയനാട് വരെ എത്തും. ഇന്നലെ നമ്മൾ വയനാട് അയച്ചിട്ടുണ്ടായില്ല. ഒരു ബാരലിൽ 3000 മീനെ വിട്ടത്. ഒരു ബാരലിൽ 3000 മീൻ. വയറുള്ളതിനെന്താ 300 മീനോടുള്ളൂ. ചിലപ്പോൾ അത്രയില്ല, ഇത് എത്തും. അവനറിയില്ല എത്ര അതിൽ നിൽക്കുന്നുള്ളത്. അറിയോ? 3000 മീൻ എന്ന് പറയാൻ ബുദ്ധിയില്ലോ. 3000 എന്ന് പറയും. എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കാണിച്ചത്. ഓക്കെ, നമുക്ക് മീനിന്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് വരാം. ഇത് വെള്ളം നാശമാണ് ഈ കളർ വ്യത്യാസം. അതെ. ജസ്റ്റ് ഇത് ഇവിടെ നിന്ന് എടുക്കട്ടെ പൈപ്പിൻ്റെ. പിന്നെ നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുള്ള വീഡിയോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർ ചേഞ്ച് ചെയ്യാനുള്ള പർപ്പസാണ്. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങനെ താഴ്ത്താൻ പറ്റുന്ന മോഡലാണ്. ഇവിടെ നെറ്റ് കവർ ചെയ്യുക. എന്നിട്ട് ഇവിടേക്ക് സ്ലോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ടാങ്കിൻ്റെ 4 സൈഡിൽ നിന്ന് സ്ലോപ്പ് കൊടുത്തിരിക്കണം. അപ്പോൾ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തം നമുക്ക് താഴത്തെ കുളത്തിലേക്കാണ്. താഴത്തെ കുളത്തിൽ ആ വേസ്റ്റ് വെള്ളം നമ്മൾ വാഴ ആ കൃഷിയിലേക്ക് കൃഷി മൊത്തം നനയ്ക്കുന്നത്. മണ്ണോളാകുമ്പോൾ നമുക്ക് വെള്ളം ചേഞ്ച് ചെയ്യേണ്ട വിഷയമില്ല. ആവശ്യമില്ല. മാസത്തിലൊന്നും ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ടാങ്ക് അടിച്ച് കഴിഞ്ഞ് കാണിച്ചു. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫിഷാണ് കരിമീൻ. പിടിക്കുന്ന പോലെ വളരെ സോഫ്റ്റ്. ഒന്നര 2 അത്യാവശ്യം സ്പീഡ് എടുക്കാൻ പറ്റുന്നില്ല. ഫിഷ് ഫാമിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നമ്മൾ അനൂപേട്ടനാണ്. നമുക്ക് അനൂപേട്ടനോട് വളരെ നന്ദി പറയേണ്ടതാണ്. അതായത് ഇപ്പോൾ പുതിയതായിട്ട് ഫാമിങ് ചെയ്യുന്നവരായാലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായാലും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് A to Z കാര്യങ്ങൾ നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ താങ്ക്സ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനിയും നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് സംശയങ്ങളോ മറ്റനുബന്ധ എന്തെങ്കിലും സഹായങ്ങൾക്കോ നമ്മളെ വിളിക്കാം. ഓക്കെ, ഞാൻ തീർച്ചയായും നമ്പർ കൊടുക്കും. നിൽക്കുന്നല്ല, എല്ലാവർക്കും നമ്മുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടുകൾ ഉണ്ടാവും. ഞാനുണ്ടാവും. മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കർഷകരുടെ ഒപ്പം തന്നെ ഉണ്ടാവും. കർഷകർക്ക് നമ്മളെ വിളിക്കാം. എല്ലാ കാര്യത്തിനുള്ള സപ്പോർട്ടുകളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വിളിക്കാം. നമ്മുടെ ഒഴിവനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും അനുപേട്ടൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ച് സംസാരിക്കുക. എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്ത് തരാൻ അനുപേട്ടൻ റെഡിയാണ് ഇവിടെ. അതുപോലെ നല്ല ഗുണമേന്മയുള്ള, അതായത് നല്ല സീഡ് ഇവിടുന്ന് എല്ലായിടത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ അനുപേട്ടനോട് ഇനി ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പം എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.